അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാന കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു. വറ്റിലപ്പാറ ഏഴാറ്റുമുഖം പാതയിലാണ് 15 മിനിറ്റ് നേരം ആന വാഹനങ്ങൾ തടഞ്ഞത്. ആനയെ പിടികൂടി പാർപ്പിക്കുന്നതിനുള്ള കൂടിന്റെ അറ്റകുറ്റപ്പണി ഇന്ന് ആരംഭിക്കും. അരിക്കൊമ്പനു വേണ്ടി കോടനാട് അഭയാരണ്യത്തിൽ തയ്യാറാക്കിയ കൂട്ടിലായിരിക്കും ഈ ആനയെ പാർപ്പിക്കുക. ചൊവ്വാഴ്ച ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് നീക്കം. വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഈ പരിക്കേറ്റ ആന കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഏകദേശം ഒരു 15 മിനിറ്റോളം നേരം കെ.എസ്.ആർ.ടി.സി ബസ് ആന തടയുകയാണ് ഉണ്ടായത്. ബസ്സിന് നേരെ ആക്രമണമൊന്നും തന്നെ ഉണ്ടായില്ല. റോഡിൽ ആന നിലയുറപ്പിക്കുകയും കെ.എസ്.ആർ.ടി.സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ആ സമയം അവിടേക്ക് വരികയുണ്ടായി. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. കെ.എസ്.ആർ.ടി.സി ബസ്സും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിടുകയാണ് ഉണ്ടായത്. ഇന്നലെയും ആ ഭാഗത്ത് നിന്നാണ് ആന കാട്ടിലേക്ക് കയറിപ്പോയത്. ഡോക്ടർ അരുൺ സക്രി അടങ്ങുന്ന സംഘം പരിശോധനയ്ക്കായി എത്തിയ സമയത്ത് ഈ സ്ഥലത്ത് നിന്നാണ് ആന മുകളിലേക്ക് കാടിനുള്ളിലേക്ക് കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഭാഗത്ത് തന്നെയാണ് ആനയെ കണ്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കേണ്ട കൂട്, ആ കൂട് അത് 3 ദിവസത്തിനുള്ളിൽ തന്നെ അത് ബലപ്പെടുത്തി ആനയെ അങ്ങോട്ടേക്ക് നിർത്താൻ കൊണ്ട് ചികിത്സിക്കാനുള്ള ഒരു നടപടികൾ ആരംഭിക്കും. 3 ദിവസത്തിനുള്ളിൽ മയക്കുവെടി വെച്ച് ഈ ആനയെ പിടികൂടി ആനയെ ഈ ചികിത്സയ്ക്ക് വേണ്ടി എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയുള്ള ദൗത്യം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. അതിനിടയിലാണ് ആനയുടെ മുറിവ് അത് കൂടുതൽ അണുബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ളൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. ഈ ആനയുടെ മുറിവിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പറയുന്നത്.